അല്പം മുമ്പ് വന്ന ആ അസ്വസ്ഥമാക്കുന്ന വാർത്തയിലേക്കാണ് ആദ്യം പോകുന്നത്. തിരുവനന്തപുരത്ത് കുഞ്ഞിനോട് അങ്കണവാടി ടീച്ചറുടെ ക്രൂരത. 2.25 വയസ്സുള്ള കുഞ്ഞിന്റെ മുഖത്ത് കൈവീശി അടിച്ചു. മൊട്ടമൂട് പറമ്പക്കോണത്ത് പ്രവർത്തിക്കുന്ന അങ്കണവാടിയിലാണ് സംഭവം. കുഞ്ഞിന്റെ മുഖത്ത് മർദ്ദനത്തിന്റെ പാടുകളുണ്ട്. പുഷ്പകല എന്ന ടീച്ചർക്കെതിരായാണ് പരാതി. ഷഫീദ് റാവത്തർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഷഫീദ്, കുഞ്ഞിന്റെ മുഖത്ത് കൈവിരലിന്റെ പാടുകൾ പതിയുന്ന തരത്തിലേക്ക് ക്രൂരമായ അല്ലെങ്കിൽ അത്ര ശക്തമായ മർദ്ദനമാണ്. ഒരു കൊച്ചു കുഞ്ഞിനോട്, 2.25 വയസ്സുള്ള ഒരു കുഞ്ഞിനോട് എങ്ങനെ ഇതൊക്കെ ചെയ്യാൻ തോന്നും, മനസ്സ് വരുന്നു എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അതിനപ്പുറത്തേക്ക് ഇതിൽ നിയമ നടപടിയിലേക്ക് പോകും എന്നത് ബാലാവകാശ കമ്മീഷനും അല്പം മുമ്പ് നമ്മളോട് പ്രതികരിച്ചു കഴിഞ്ഞു. നിലവിൽ എവിടെ വരെ എത്തിയിരിക്കുന്നു പോലീസിന്റെയോ മറ്റ് ഏജൻസികളുടെയോ നടപടികൾ, അന്വേഷണം? ഗോകുൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 2.25 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൊച്ചു കുഞ്ഞ്, ഒരു പിഞ്ചു കുഞ്ഞിന്റെ മുഖത്താണ് ഒരു ടീച്ചർ കൈവീശി അടിച്ചത് എന്നുള്ള വിവരം പരാതിയായി ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. തിരുവനന്തപുരം മൊട്ടമൂട് പറമ്പുകോടത്ത് പ്രവർത്തിക്കുന്ന അംഗനവാടിക്കെതിരെയാണ് ഇപ്പോൾ ഗുരുതരമായിട്ടുള്ള ഈ ആരോപണം ഉയർന്നു വന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം, ഇന്നലെയാണ് ഈ സംഭവം. ഇന്നലെ വൈകിട്ട് കുഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി കുഞ്ഞിനെ കുളിപ്പിക്കാൻ അമ്മ എടുക്കുമ്പോഴാണ് ഈ മുഖത്ത് ഇങ്ങനൊരു പാട് ശ്രദ്ധിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണിക്കുന്ന ദൃശ്യങ്ങളടക്കം നമുക്കത് കാണാൻ സാധിക്കും. ആ 3 വിരലുകളുടെ പാടുകൾ അത് കൃത്യമായി തന്നെ കുഞ്ഞിന്റെ മുഖത്ത് പതിഞ്ഞിട്ടുണ്ട്. പിന്നാലെ അമ്മ അത് അവരുടെ അച്ഛനോട് വിവരം അറിയിക്കുകയും തുടർന്ന് തൈക്കാട് അമ്മയും കുഞ്ഞും ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്ക് കുഞ്ഞിനെ എത്തിക്കുകയുമായിരുന്നു. അതിനുശേഷം ഈ ബന്ധുക്കൾ തന്നെ നടത്തിയ അന്വേഷണത്തിലാണ് ഇത് അംഗനവാടിയിൽ നിന്ന് സംഭവിച്ചതാണ് എന്നുള്ള കാര്യം. സാധാരണ ഈ 2.25 വയസ്സുള്ള കുഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ അംഗനവാടി വിട്ടാൽ വീട്, അതിനപ്പുറത്തേക്ക് കുഞ്ഞ് ആരെങ്കിലും കാണാനോ മറ്റാരും കുഞ്ഞിനെ മർദ്ദിക്കാനോ സാധ്യതയില്ല. അപ്പോൾ സ്വാഭാവികമായും അംഗനവാടിയിൽ നിന്ന് തന്നെയാണ് മർദ്ദനം എന്നുള്ളത് രക്ഷിതാക്കൾ ഉറച്ചു പറയുന്നുണ്ട്. മാത്രവുമല്ല, അവിടെ ഉണ്ടായിരുന്ന പുഷ്പകല എന്ന ടീച്ചർ മർദ്ദിച്ചു എന്നുള്ളതാണ് പരാതിയായി ഇവർ പറയുന്നത്. അതിൽ ഇന്നലെ അംഗനവാടിയിൽ പുഷ്പകല എന്ന് പറയപ്പെടുന്ന ടീച്ചറും ഒരു ആശാവർക്കർ മാത്രമാണ് ഉണ്ടായത്. അവരുടെ ആയ അവിടെ ഉണ്ടായിരുന്നില്ല, അവർ അവധിയായിരുന്നു. അപ്പോൾ അതിന്റെയൊക്കെ ഫ്രസ്ട്രേഷനിൽ ഒരു പക്ഷേ കുഞ്ഞിനോട് തീർത്തതാണോ എന്നുള്ള സംശയവും ഈ രക്ഷിതാക്കൾക്കുണ്ട്. നിലവിൽ ഇപ്പോൾ ഈ തിരുവനന്തപുരം അമ്മയും കുഞ്ഞും ആശുപത്രിയിൽ നിന്ന് മറ്റൊരു ആശുപത്രിയിലേക്ക് കുഞ്ഞിനെ റെഫർ ചെയ്തിട്ടുണ്ട്. കുഞ്ഞ് ENT ഡോക്ടറെ കാണിച്ചപ്പോഴാണ് കുഞ്ഞിനെ ഈ കർണപടത്തിന്റെ അവിടെ എന്തെങ്കിലും കാര്യമായിട്ടുണ്ടോ, സംഭവിച്ചിട്ടുണ്ടോ, ക്ഷതം സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി മറ്റൊരു മെഡിക്കൽ കോളേജ് ഭാഗത്തുള്ള മറ്റൊരു ആശുപത്രിയിലേക്ക് ഇപ്പോൾ ആ കുഞ്ഞിനെ മാറ്റിയിട്ടുണ്ട്. രക്ഷിതാക്കളുടെ പ്രതികരണം ഉടൻ കിട്ടും. നിലവിൽ ഇപ്പോൾ ഔദ്യോഗിക പരാതി അവർ പോലീസിലേക്ക് എത്തിയിട്ടില്ല. പക്ഷേ പോലീസിനെ ഈ വിവരം അറിയിച്ചിട്ടുണ്ട്. തൈക്കാട് ആശുപത്രി അധികൃതർ ഈ വിവരം മനുഷ്യാവകാശ കമ്മീഷന് കൈമാറുകയും ഔദ്യോഗികമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യും. കാരണം ഒരു കുഞ്ഞിനോട് കാട്ടിയ ക്രൂരതയാണ്. അപ്പോൾ നിയമപരമായി ഈ വിവരം അവരെ അറിയിക്കേണ്ടതായിട്ടുണ്ട്. അതിനുള്ള നടപടികൾ തൈക്കാട് ആശുപത്രി ഇതിനോടകം തന്നെ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള വിവരം തൈക്കാട് ആശുപത്രി അധികൃതർ ഭാഗത്ത് നിന്നും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒരു കാര്യം, ഈ മാതാപിതാക്കൾ ഇന്നലെ ഈ കുഞ്ഞിന്റെ മുഖത്തെ പാട് ശ്രദ്ധയിൽപ്പെട്ടത് മുതൽ ആ കുഞ്ഞുമായി ആശുപത്രി കയറി ഇറങ്ങുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അവരെ നിയമ നടപടിയിലേക്കൊന്നും പോകാനുള്ള സാവകാശം അവർക്ക് ലഭിച്ചിട്ടില്ല. ഈ അധ്യാപികയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രതികരണം, അതല്ല ഷഫീദ് മുമ്പ് സൂചിപ്പിച്ച ഒരു ആശാവർക്കർ കൂടി ആ അംഗൻവാടിയിൽ ഉണ്ടായിരുന്നു, അവരാരെങ്കിലും ഇത് ശ്രദ്ധയിൽപ്പെടുകയോ അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഇവിടെ വെച്ച് സംഭവിച്ചു, അല്ലെങ്കിൽ ഈ ടീച്ചറിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ച എന്നത് അവര് സമ്മതിക്കുകയോ ചെയ്യുന്നുണ്ടോ? ഗോകുൽ, അനൌദ്യോഗികമായി നമുക്കൊരു വിവരം ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. കാരണം ഇതിനോടകം തന്നെ ആ മേഖലയിൽ ICDSമായി ബന്ധപ്പെട്ട് ഇത് ചർച്ചയായിട്ടുണ്ട്. അങ്ങനെ ടീച്ചറെ ഇന്ന് അംഗനവാടിയിൽ നിന്ന് മാറ്റി നിർത്തി. പക്ഷെ അത് ഔദ്യോഗികമായി പുറത്തു പറയേണ്ട, ഔദ്യോഗികമായി വകുപ്പ് പറയേണ്ട ഒരു കാര്യമാണ്. അത് നമുക്ക് ഇപ്പോഴും അക്കാര്യത്തിൽ ക്ലാരിറ്റി ഇല്ല. സാധാരണ റൂറൽ മേഖലയാണ്. ആ റൂറൽ മേഖല അത് നമുക്ക് ആ രീതിയിൽ നമുക്കത് പറയാൻ കഴിയില്ല. അവരെ മാറ്റി നിർത്തി എന്നുള്ള ഒരു വിവരം ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഏതായാലും അതിന്റെ വിവരങ്ങൾ നമുക്ക് ഔദ്യോഗികമായി ഉത്തരവ് പുറത്തു വന്നതിന് ശേഷം പറയാം. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 2.25 വയസ്സുള്ള കുഞ്ഞ് മറ്റെങ്ങും പോകാനില്ല. മാത്രവുമല്ല, രക്ഷിതാക്കൾ കുഞ്ഞിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഘട്ടത്തിൽ ആ കുഞ്ഞ് ആ രീതിയിലുള്ള ചില സൂചനകൾ ഇവർ രക്ഷിതാക്കളോട് പറഞ്ഞു എന്നുള്ള വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അല്പസമയത്തിനുള്ളിൽ രക്ഷിതാക്കളുടെ പ്രതികരണം നമുക്ക് ഈ വിഷയത്തിൽ ഉറപ്പാക്കാം. മാത്രവുമല്ല, വകുപ്പുതല ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. പുഷ്പകലയ്ക്കെതിരെ നടപടി അടക്കമുള്ള കാര്യങ്ങൾ എടുക്കുമെന്നുള്ള ഉറപ്പ് ഇപ്പോൾ കുടുംബത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ശരി ഷഫീദ്, എന്ത് ഫ്രസ്ട്രേഷന്റെ പുറത്തായാലും 2.25 വയസ്സ് മാത്രമുള്ള ഒരു കൊച്ചു കുഞ്ഞിന്റെ മുഖത്ത് കൈവീശി അടിക്കാൻ തോന്നിയ മനസ്സ് അത് അങ്ങേയറ്റം അപകടം പിടിച്ചാണ്. വീട് പോലെ അല്ല, അതിലേറെ വിശ്വസ്തയോടുകൂടി മാതാപിതാക്കൾ രക്ഷിതാക്കൾ അയക്കുന്ന അംഗനവാടിയിൽ അവിടെ ഇങ്ങനെയാണ് പെരുമാറുന്നതെങ്കിൽ അത് കൃത്യമായ നടപടി ഉണ്ടാവട്ടെ. ഷഫീദ് റാവത്തറാണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നതും ഇപ്പോൾ അതിന്റെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.